സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്. ലോക വെടിയിറങ്ങി. അയ്യോ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? രണസുനക്കെതിരെ രജിത് കുമാർ വീണ്ടും രംഗത്ത്. ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആളുകൾ ഇതിനെതിരെ ഇപ്പൊ ശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നടി പ്രിയങ്ക അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടി ഉണ്ടല്ലോ, ഊളത്തരമുണ്ടല്ലോ, ഈ ശരീര പ്രദർശനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, അവർക്കെതിരെയാണ് അവരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും തെറ്റായ സന്ദേശങ്ങൾ നൽകുകയും അവർ ആ വഴി സ്വീകരിക്കുകയും അതിലൂടെ ഒരുപാട് മോശപ്പെട്ട രീതിയിലേക്ക് കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യതകളും ഇവിടെ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മാവൻ പേരക്കുട്ടിയെ ഇങ്ങനെ കൊണ്ടു നടന്ന് എന്തൊക്കെയെ കാണിച്ചു കൂട്ടുന്നത്. അത്തരം രീതിയിലേക്ക് കുട്ടികൾ മാറാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മളെപ്പോലുള്ള ആളുകളുടെ കടമയാണെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോകുന്നത്, അല്ലെ? ഇപ്പൊ രണസുനെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജും കൂടി പോകാനുള്ളത് പോകുന്നുള്ള പേടി കൊണ്ടാണ്. അധികം വൈകാത്തത് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. കാരണം അത്രമാത്രം വെല്ലുവിളികൾ ഇപ്പോൾ രണസുന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ വെടി എന്ന് വിളിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെ അവരെ വെടി എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് കൊടുത്ത മറുപടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മറുപടികൾ കൊടുക്കണം, പക്ഷേ വാക്കുകൾ ഇങ്ങനെ ഇടക്കിടക്ക് സ്ഥിരതയില്ലാതെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ആവരുത് ആ മറുപടി പറച്ചിൽ എന്നുള്ളതാണ്. രജിത് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാണാം. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. രാത്രി 8 മണി 10 മണി തൊട്ട് വെളുപ്പാങ്കാലം 2 മണി വരെ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ പ്രായമുള്ളവർ കണ്ടു. കുട്ടികളുടെ കാര്യം എന്തൊന്നും ആലോചിക്കുന്നില്ല. നിന്റെ മകൻ കുറെ കഴിയുമ്പോൾ 5ാം ക്ലാസ്സിലോ 10ലെ പഠിക്കും, സ്കൂൾ റൂമിനകത്തിരുന്ന് മൊബൈലിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു സാധനമുണ്ട്, അവ ഒരു 199 രൂപ 200 രൂപ അങ്ങോട്ട് അടച്ച് ഒരു മാസം നീ പോലും അറിയുന്നില്ല. സുഖമായിട്ട് ഇത് കാണുന്നു. കുറെ കഴിഞ്ഞ് പഠനവും പോയി, അവന്റെ ഭാവിയും പോയി, എല്ലാം പോയി. പിന്നെ അവന് നടക്കണ്ടേ തോന്നി തെണ്ടിത്തിരിഞ്ഞ്. അതന്നെ കറക്റ്റ് കാര്യമാണത്. നമ്മളിപ്പോ മക്കൾ നമ്മളെ മൊബൈൽ ഫോൺ പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സമയത്ത് തന്നെ അതിലൂടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് വലിയ ധാരണ ഉണ്ടാവില്ല. 90s കിഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളിതൊക്കെ കണ്ടു മറന്നു വന്ന ആളുകളാണ്. ഓരോ ഘട്ടങ്ങളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുറെ കള്ളത്തരം മനസ്സിലാവും. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുകൂടി പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 90s തന്നെ ഉണ്ടാവും ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് പരിജ്ഞാനമില്ലാത്ത ആളുകൾ. അവരറിയാതെ അവരുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഹിസ്റ്ററി പോലും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ അവരത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ വഴിതെറ്റിപ്പോകും. കൃത്യമായ കാര്യം തന്നെയാണ് രജിത് കുമാർ പറഞ്ഞിട്ടുള്ളത്. പല വിഷയങ്ങളിലും ഇയാളോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഈ വിഷയം കറക്റ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീയുടെ വസ്ത്രധാരണം അത് അവരുടെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ള രീതിയിൽ ധരിക്കട്ടെ, അതൊന്നും കുഴപ്പമുള്ളതല്ല. പക്ഷെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരൊക്കെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇവ 2 ദിവസം മുമ്പാണ്, ഇപ്പൊ നിങ്ങൾ സൈഡിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവും, ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ച പക്ഷെ വേണ്ടാന്ന് വെച്ചു പിന്നീട്. കാരണം അത്രമാത്രം ആളുകൾ കമന്റ് ബോക്സിൽ തല്ലുകൂടുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്, സ്ത്രീകൾ പോലും പറയുന്നുണ്ട് വളരെ മോശപ്പെട്ട വസ്ത്രധാരണാണെന്നുള്ള രീതിയിലൊക്കെ. ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ നിന്നതാണ്. പക്ഷെ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങ് പോയി. ഇനി നിങ്ങൾ പറ, ആ വസ്ത്രമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇഷ്ടമുള്ള ധരിക്കട്ടെ. ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു വരുമ്പോൾ പല ആളുകളുടെ അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. ഇപ്പൊ ചില ആളുകൾ പറയും എന്റെ വീഡിയോ ഇങ്ങനെ തന്നെ എടുക്കാവൂ, സൈഡിൽ നിന്ന് എടുക്കരുത്, അവിടുന്ന് എടുക്കരുത് എന്നൊക്കെ പറയാൻ നമ്മൾ കണ്ടിട്ടില്ലേ? കുറെ ഓൺലൈൻ മീഡിയാസ് വളരെ വൾഗറായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിനെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇവർ വന്ന് വീഡിയോ എടുക്കുന്നതല്ല. നിങ്ങൾ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, ഓരോ ഉദ്ഘാടന വേദികളിലേക്ക് പോകുന്നു. വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ആ ഒരു ഏതെങ്കിലും സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം ഏൽപ്പിച്ച ആളുകളുണ്ടാവും, അല്ലാത്ത ആളുകളുണ്ടാവും, അവർ വീഡിയോ എടുക്കുന്നു. എന്നെ അങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു എന്ന് പിന്നീട് പറഞ്ഞ് ഇവർ ബഹളം വെക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, അവർ ചെയ്യുന്നതിൽ ഉളത്തരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇടുന്ന വസ്ത്രം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ലേ? ഇതുപോലെയുള്ള അശ്ലീലമായ വയറിന്റെ ഇടയിൽ കൂടെ ക്യാമറ കയറിയും ബ്ലൗസിനകത്തൂടെ കയറിയും കഷത്തിന്റെ ഇടയിൽ കൂടെ ക്യാമറ കയറിയൊക്കെ പിള്ളേർ കണ്ട് ആ പിള്ളേർ ഭ്രാന്തരായി പോകും. കാരണം നിയന്ത്രിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട് സ്കൂളിൽ 5ലും 10ലും 8ലും എല്ലാം. അപ്പൊ അവരുടെ ലഹരിയും കൂടെ കയറി ചമ്പും പാമ്പരാൻ കയറി വേണ്ടാത്ത ലഹരിയും കൂടെ കയറി അവന്റെ പഠനം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു തരത്തില്ലെങ്കിൽ മറുതരത്തിൽ കാണിക്കുന്നു. അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സംസാരിക്കണം, ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുക തന്നെ വേണമെന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഒരുപാടുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതിലൊന്നും ഒരു തർക്കമുള്ള കാര്യമല്ല. പക്ഷെ അത് അതിര് കടന്നു പോകുന്ന രീതിയിലൊക്കെ കാണുന്നു. അപ്പൊ ഞാനല്ലാട്ട് അതിർ വരമ്പ് നിശ്ചയിക്കേണ്ട ആളുകൾ അത് അവരൊക്കെ തന്നെയാണ്. എന്നാൽ പോലും അത്തരം ഒരു ഡ്രസ്സ് കാണുമ്പോൾ ഇന്ന ആളൊരു വൃത്തികേട് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഇങ്ങനെ ക്യാമറ വെച്ച് അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ കണ്ടിട്ടില്ലേ? ഇവര് പബ്ലിക്കിലേക്കാണ് ഇതൊക്കെ ഇറക്കി വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അവരവരുടേതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഓവറാണെന്ന് തോന്നുമ്പോൾ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്നേ പറയുന്നുള്ളൂ,
ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഈ മറ്റുള്ള ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്, അതല്ലാതെ മോശപ്പെട്ട രീതിയിൽ നീക്കുന്ന ആളുകളുണ്ടേ, അത് വേറെ കാര്യം. അപ്പൊ ഇതൊക്കെ കുട്ടികൾ അനുകരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇനി സോഷ്യൽ മീഡിയ യുഗം തന്നെയാവും അങ്ങോട്ട് എന്നുള്ളത്. നമുക്ക് ഇതിന്റെ ഘട്ടങ്ങൾ അറിയാം. നമ്മൾ കീപാഡ് മൊബൈൽ ഫോൺ ജാവ മുതൽ ഇതാ ഇപ്പൊ iOS വരെ യൂസ് ചെയ്യുന്ന ആളുകളാ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-20 വർഷം കൂടി ചിലപ്പോ ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരും. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിന്റെ ദൂഷ്യഫലങ്ങളും നന്മയും കുറിച്ച് അറിയുന്നവരായിരിക്കും. പക്ഷെ ഈ പുതിയ തലമുറ ജനിച്ചു വീഴുന്നത് ഇത് കണ്ടുകൊണ്ടാ. അവരതിന്റെ ദൂഷ്യത്തെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരതിന്റെ എക്സ്പ്ലോർ ആയി എന്തൊക്കെയോ കാണിച്ചു പോകാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലാവരുത്. ഇപ്പൊ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് ആക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയും. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നല്ലോ. ഇപ്പൊ കൊറോണ ടൈം മുതലാണ് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ധാരാളമായി കിട്ടി തുടങ്ങിയത്. പഠനം മുഴുവൻ മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിയത്. UDFിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അത്രയേ ഉള്ളൂ. ആ ഒരു പഠന സംവിധാനം സ്കൂളുകളിൽ നിന്ന് വാനിഷ് ആക്കിയിട്ട് ക്ലാസ് മുറികളിലേക്കുള്ള പഠനം ചുരുക്കുക എന്നുള്ളതാണ്. ഓവറായിട്ട് ഇത് ചളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ രണസുനക്ക് ഒരു കമന്റ് ഒരാളിട്ടു, അതിനൊരു മറുപടി രണസുന കൊടുക്കുന്നത് അതൊന്ന് കണ്ടോക്കെ. ലോക വെടിയിറങ്ങി. അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നടാ ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇറങ്ങിയത്. എവിടെ നടാ ഇറങ്ങിയത്? അവരെ എന്തിനാണ് ഇറക്കി വിട്ടത്? പാവങ്ങള്. എന്നാലും ഒന്നുമല്ലല്ലോ, നിന്റെ അമ്മച്ചി അല്ലേടാ. ഓക്കെ, ആ ഒരു കമന്റിനുള്ള മറുപടി കൊടുത്തതൊക്കെ അടിപൊളി, അങ്ങനെ തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്ങനെയാണ് അങ്ങനെ ഒരു കമന്റ് ഇടാൻ അയാൾക്ക് പ്രചോദനമാകുന്നത്? അത് ആരാണ് പ്രചോദനമാകുന്നത്? അതും കൂടി നിങ്ങൾ കാണണം. മോട്ടിവേഷൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് രണസുനയാ. കുഴപ്പമില്ലടാ, വെടിയും തന്നെ അയക്കാൻ പറ്റും. എനിക്ക് എന്ത് കുഴപ്പം? വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം. ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവളെ ഈ കരിങ്കല്ലായിട്ട് അങ്ങനെ കേൾക്കുമ്പോ ദേഷ്യം വരാം. ഒരു ദേഷ്യം സന്തോഷമുണ്ട്. ഞാൻ പിൻ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്നേരം ഞാൻ പിൻ ചെയ്തിരുന്നു. എന്താ അർത്ഥം? എന്താ എനിക്കറിയില്ല, എന്താണെന്ന് അവനൊക്കെ അറിയാം. എന്തായാലും ഞാൻ പിൻ ചെയ്തിരുന്നു. ഓക്കെ, അർത്ഥം അറിയില്ല. പക്ഷെ വെടിയെന്ന് വിളി കേട്ടിട്ട് കല്ലായ മനസ്സാണെന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ ക്രഷറിലും കൊണ്ടുപോയിട്ട് പൊടിച്ച കല്ലാണോ സംസാരിച്ചേ? അപ്പൊ നിങ്ങൾ തന്നെയാണ് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. പറയൂ, വിളിക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പിൻ ചെയ്ത് വെക്കാം. അവരത് വിളിക്കുന്നു. പിന്നെ വെടി എന്താണെന്ന് അറിയില്ല അത്രേ. ഞാൻ എന്ത് പറയാനാടേ? എന്നിട്ട് ആരും കാണാത്ത ഒരു കമന്റ് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് ഇതാ കണ്ടോളൂ എന്ന് പറയുന്നതല്ലേ. അപ്പൊ വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ്. ആളുകൾ കമന്റ് ഇടുന്നത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഇതാ അടുത്തൊരു വീഡിയോ കണ്ടോക്കെ. ആടാ, നിനക്ക് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം എന്താ വെച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ളക്ക് രാവിലെ എന്നിട്ട് ഇതാണല്ലോ, അതുപോലെ നിന്റെ വീട്ടുകാർക്ക് മൊത്തം ഇതാണല്ലോ ഈ അസുഖം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് കപ്ലങ്ങ എടുക്കട്ടെ മാണിക്ക. ശരി, അപ്പൊ കൃമികടിക്കുള്ള മരുന്ന് എന്താന്ന് ചേച്ചിക്ക് അറിയാം. മറുപടിയൊക്കെ ഓക്കെ, സംഭവം ശരിയാ. പക്ഷേ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റുകളോട് യാതൊരു വിദ്വേഷവും ഇല്ല. പിൻ ചെയ്ത് ഞാൻ വെക്കാറുണ്ട്, എനിക്ക് സങ്കടം പോലും ഇല്ല, ഒരു സങ്കോചവും ഇല്ല കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അതെടുത്ത് നെറ്റിയിൽ ഒട്ടിച്ച് ജനങ്ങളെ കാണിക്കുക. എന്നിട്ടോ അതിലൊരാൾ പോലും സപ്പോർട്ട് ചെയ്ത് വരുന്നുമില്ല എന്നുള്ളത്. ഇതാണ് രണസുനയുടെ ഒരു പ്രത്യേകത, ഡബിൾ സ്റ്റാൻഡ്. എന്റെ തങ്കച്ചൻ ചേട്ട ഡബിൾ സ്റ്റാൻഡ് എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന് പല അർത്ഥങ്ങളുണ്ടേ. ഇനി മറ്റൊരു ചേച്ചി രണസുനയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണാം. കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടേ ഉള്ളൂ ആ കുട്ടിയെ. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എല്ലാവരും. ഇനി മറ്റുള്ളവർ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് ഞാനതാ ചോദിക്കുന്നത്. അവനവന്റെ ജീവിതം അവനവൻ ജീവിച്ചു തീർക്കട്ടെ. ആണോ? ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി? അല്ല വേണ്ട, നാളെ ഒരു 4 യൂണിയൻകാരും കൂടി വെക്കാം, കണ്ട് കൊണ്ടുപോട്ടെ. രേണുസുതിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നാ പറയുന്നത്. കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മറുപടി? സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഈ വെറുപ്പിക്കൽ സഹിക്കാൻ വയ്യാതെ കമന്റ് ഇടുന്നതാണ്. അവരെങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നത് എന്ത് ഉണ്ടയാണെന്ന് മനസ്സിലാവുന്നില്ല. മുഴുവൻ ഇതാണ് കയറി വരുന്നത്. ഈ ആളുകളുടെ കമന്റാണ് ഞാൻ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. എന്റെ ഏട്ടനെ തായോ വിളിക്കാട്ടെ, നിങ്ങൾ എന്റെ വീട്ടുകാരനും പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ ഇത്രയും വലിയൊരു തെറി എടുത്തിട്ട് അത് റിയാക്ട് ചെയ്യുന്നു, ജനങ്ങളുടെ മുന്നിലേക്ക് കട്ട് കൊടുക്കുന്നു. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങൾ ഇത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചി സപ്പോർട്ട് ചെയ്ത ചേച്ചി കാണുന്നില്ലേ? ആ തെറിയാണ് വിളിച്ചിട്ടുള്ളത്. ആ തെറിയൊക്കെ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ വിളിച്ച് പറയാ. പിന്നെ ഉളുപ്പ് പണ്ടേ ഇല്ല കേട്ടോ, നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാ ഉളുപ്പ് പണ്ടേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും അടങ്ങിയിട്ടുണ്ട്, അത് വലിയ സംഭവമാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അധികം വൈകാതെ ഇൻസ്റ്റാഗ്രാമും കൂടി പൂട്ടാനുള്ള സാധ്യതകൾ ഏറെ തെളിഞ്ഞു കാണുന്നുണ്ട്. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ട്രാൻസ് നയൻതാര ചേച്ചി എന്തോ കാണിച്ചു കൂട്ടുന്നുണ്ട്, അതൊന്ന് കാണണം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ, രേണു ദീപ്തിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ.
എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി. കാരണം വളർന്നു വന്നല്ലോ രേണു ചേച്ചി, ഒതുങ്ങിയിരുന്നില്ലല്ലോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ എന്താ പറയാ, അടച്ച് 4 ചുമമ്പൻ്റെ ഉള്ളിൽ ഇരിക്കാതെ. അയ്യയ്യേ, എന്ത് സത്യത്തിൽ എന്താണ് ഇവർക്കൊക്കെ പറ്റുമെന്ന് മനസ്സിലാവുന്നില്ല. രേണുസുതി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും രേണുസുതി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ എണ്ണത്തിൽ കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് എന്നുള്ളത് അതെന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണസുന പിന്നാലെ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷെ ഇവരുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ടൊന്നും രേണസുന നിങ്ങളുടെ നെഗറ്റീവുകൾ പോസിറ്റീവ് ആവില്ല. അത്രമാത്രം ആളുകൾക്ക് വെറുപ്പ് തോന്നി തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന തെറികൾ, പിന്നെ കുറെ ഊളത്തരം കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ദുബായിലോട്ടുള്ള പോക്ക് എന്തായാലും അവസാനിച്ചു. അത് ഷെഫീൻ ഹബീബ് പറഞ്ഞതുപോലെ സത്യസന്ധമായ കാര്യമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു. കാരണം പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ച ഇതുവരെ ചെയ്തിട്ടില്ല. വെല്ലുവിളികൾ നിർത്തി, ഷെഫീൻ ഹബീബിനെ വെല്ലുവിളിക്കുന്ന നിർത്തി, അതുൽ വ്ളോഗിനെ വെല്ലുവിളിക്കുന്ന നിർത്തി. കാരണം ഫേസ്ബുക്ക് പോയി, ഇനി ഉദ്ഘാടനങ്ങൾ കിട്ടൂല എന്ന കാര്യത്തിൽ ഇനി പേടിക്കാനൊന്നുമില്ല, ഒന്നും കിട്ടൂല. അപ്പൊ അതൊക്കെ അങ്ങ് അടങ്ങി എന്നുള്ളതാണ്. ഇനി സജഷനിൽ പോലും ഈ വീഡിയോ വരരുത് എന്ന് മാത്രമാണ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇൻസ്റ്റാഗ്രാമും കൂടിയും പൂട്ടിയ കഴിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷമാകുമോ? എന്നാൽ അധികം വൈകാതെ ഉണ്ടാവും അത്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.